ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പ്രേമം ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കൊള്ളാം. ഓക്കെ ആണല്ലോ? ഓക്കെ. നീ വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ അതിന് പിന്നാലെ പോവില്ല. എനിക്ക് നിന്നെ വിശ്വാസം. വിസിറ്റേഴ്സിനെ ആരെയും അങ്ങോട്ട് അനുവദിക്കുന്നതല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഫ്രണ്ടിനെ കണ്ടേ പറ്റൂ. അതിന്റെ ആവശ്യമില്ല. എടോ, താനെന്തിനെ വാശി പിടിക്കുന്നേ? ഇനി ഞാൻ പറഞ്ഞ കള്ളമാണെന്നാണോ താൻ വിശ്വസിക്കുന്നത്? ആ, എന്നാ പിന്നെ താൻ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? സച്ചേട്ടാ, നീ അവനെ വിളിച്ചില്ലല്ലോ? ഇല്ല, അതുകൊണ്ടായിരിക്കും തിരിച്ചു വിളിച്ചത്. അവന്റെ തിടുക്ക അത്ര ശരിയല്ലല്ലോ. ഞാൻ അവനോട് സംസാരിക്കാം. ഹലോ ഹരീഷ്, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എപ്പോ കാണാൻ പറ്റും? വരാന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാണല്ലോ ഹരീഷ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ വെച്ച് കണ്ടാലോ? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെയാണല്ലോ ഹരീഷേ. മനസ്സിലായില്ല. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ കാണാന്ന് തന്നെയാ ഞാനും തീരുമാനിച്ചത്. ഹരീഷ് അങ്ങനെ പറഞ്ഞപ്പോ. ഓ, അത് ശരി. അല്ല, ഞാൻ അനക്കെ എങ്ങനെ തിരിച്ചറിയും? അമ്പലത്തിൽ വന്ന് എന്റെ നമ്പറിലോട്ട് വിളിച്ചാ പോരെ? അതൊക്കെ ശരിയാ. പക്ഷേ ഞാൻ വന്നിറങ്ങുമ്പോ തന്നെ തന്നെ കാണണമെന്നാ എന്റെ ആഗ്രഹം. അതിനൊരു കാര്യം ചെയ്താൽ മതി. എന്ത് കാര്യമാണ് ഹരീഷ്? അമ്പലത്തിൽ വരുമ്പോ ഒരു കസൂർ സാരി എടുത്തു വന്നാ മതി. എന്റെ കയ്യില് പിങ്ക് നിറമുള്ള ഒരു ബ്ലൗസും പിങ്ക് ബോർഡറുള്ള ഒരു സെറ്റ് സാരിയും ഉണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് വരാം. അപ്പൊ ഹരീഷ് എന്നെ മനസ്സിലാക്കാലോ. അത് മതി. അല്ലെങ്കിലും സെറ്റ് സാരി കൊടുത്ത പെൺകുട്ടികളെ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അത് ശരി. അപ്പൊ സെറ്റ് സാരി എടുത്ത് മോനിതുവരെ എത്ര പെമ്പിള്ളാരെ കണ്ടിട്ടുണ്ട്? അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്റെ അമ്മയും ചേച്ചിയൊക്കെ അമ്പലത്തിൽ പോകുമ്പോ സെറ്റ് സാരി കൊടുക്കാറുണ്ട്. അത് കയ്യിലിരിക്കട്ടെ. മോനല്ല ഒന്നാന്തരം വാങ്ങിനോട്ടക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. തന്നെയുള്ള പാട്ടുകാരൻ കൂടെയല്ലേ? അപ്പൊ സെറ്റ് സാരി എടുത്തതും മോഡേൺ ഡ്രസ് ഇട്ടതും അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഇഷ്ടംപോലെ വരാൻ കാണും. പെൺകുട്ടികളെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ തന്നോട് തോന്നിയതുപോലെയുള്ള ഇഷ്ടം എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. വെറുതെ സുഖിപ്പിക്കില്ലേ മോനെ? ഞാൻ സത്യം പറഞ്ഞതാടോ. അപ്പൊ ശരി, നമുക്കേ വൈകിട്ട് അമ്പലത്തിൽ വെച്ച് കാണാം. ഇവൻ നല്ല ഒന്നാന്തരം പഞ്ചാരയാണല്ലോടി. ഒന്ന് ബോഡി ഇടുന്നു. അങ്ങനെയൊന്നുമില്ല. നീ അവിടെ ചെന്ന് അവനെ കുഴപ്പത്തിലാക്കാതിരുന്നാ മതി. എന്ത് കുഴപ്പം? ഞാനാണെന്ന് പറഞ്ഞ് അവന്റെ മുന്നിൽ ചെന്നിട്ട് അവസാനം സത്യം പറയുമ്പോ അവൻ എന്നെ വേണ്ടാന്ന് പറയൂ. അതിന് ചാൻസ് ഇല്ല. ഞാനൊന്ന് കെട്ടിയതുകൊണ്ട് നീ സേഫാ. നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? മോളെ, ഈ വിശ്വാസം എന്ന് പറയുന്നതേ ദേ ഇവിടെ ഇങ്ങനൊരു നൂൽപ്പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാ. അതെങ്ങാനൊന്ന് കാല് തെറ്റി താഴെ വീണ് പോയാലുണ്ടല്ലോ, എല്ലാം തീർന്നു. നിന്റെ കാര്യത്തില് റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് വയ്യ. നിന്നെപ്പോലൊരു പാവം പെൺകുട്ടി ഏതെങ്കിലും ഒരുത്തന്റെ കൈ ചെന്ന് പറ്റിട്ട് നാളെ കണ്ണീരും കൈയോട്ട് നടക്കരുതല്ലോ. അതിനു വേണ്ടിയാ ഞാൻ ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നേ. അല്ല, നിന്റെ കയ്യില് പിങ്ക് പൂക്കളുള്ള സാരി ഉണ്ടോ? പിങ്ക് ബ്ലൗസ് ഉണ്ടോ? അല്ല, നേരത്തെ അവനോട് തള്ളി മറിക്കുന്ന കേട്ടല്ലോ. എന്റെ കയ്യിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ആ, അല്ലെങ്കിൽ അർച്ചനടുത്തിന്റെ കയ്യിൽ കാണും. അതിന് ഞാൻ എടുക്കാം. എന്തായാലും ഇന്ന് നമ്മൾ അവനെ കാണുന്നു. നിന്റെ പ്രേമം വേണോ വേണ്ടയോ തീരുമാനിക്കുന്നു. ആ പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് കൊള്ളില്ലെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ അവിടെ വെച്ച് ഞാൻ പറയുന്നത് കേട്ടോളണം. ഈ പ്രേമം ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കൊള്ളാം. ഓക്കെ ആണല്ലോ? ഓക്കെ. നീ വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ അതിന് പിന്നാലെ പോവില്ല. എനിക്ക് നിന്നെ വിശ്വാസം.
അർച്ചനയോട് അങ്ങനെ കടുപ്പിച്ച് പറയണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചോദിച്ചത് സങ്കടായോ? സോറി. രാത്രി വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല. ആതിരെ വിളിച്ചപ്പോ സച്ചേട്ടൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞു. ഞാൻ കരുതി എന്നോട് കള്ളം പറഞ്ഞിട്ട് എവിടേക്കോ പോയതായിരിക്കുമെന്ന്. ഓർത്തപ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചു. സച്ചേട്ടൻ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമാ. എനിക്കറിയില്ല സച്ചേട്ടാ, മുൻപില്ലാത്തതുപോലെയുള്ള ചിന്തകളൊക്കെ ഇപ്പൊ എന്റെ മനസ്സിൽ കടന്നു വരിക. എന്നെ നിനക്കറിയില്ലേ മോളെ? നീ ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോ തന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെന്നറിയോ? തന്നെ കുറിച്ച് ചിന്തിക്കാത്ത, തനിക്ക് വേണ്ടി ജീവിക്കാത്ത ഒരു നിമിഷമെങ്കിലും എന്റെ ലൈഫിലുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? കരയാതെ. എന്താ സച്ചേട്ട എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഏത് നിമിഷവും സച്ചേട്ടനെ കുറിച്ചുള്ള ആദ്യം